guys, welcome back to my channel. Hope you all are doing well. So as usual നിങ്ങൾ തമ്പനയിലും ഇൻട്രോയിലൊക്കെ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ ഒരു DIY വീഡിയോ ആണ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള A4 പേപ്പറോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേപ്പറും അതുപോലെ തന്നെ സ്കെച്ചും കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാവുന്ന ഐറ്റംസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അറ്റ് ഫസ്റ്റ് ഞാൻ ഒരു ജേർണൽ സപ്ലൈസിൻ്റെ ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കുന്ന മാത്രമാണ് കാണിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ജേർണൽ സ്റ്റിക്കേഴ്സ്, വാഷി ടീപ്സ് അങ്ങനെ ഓരോന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല. സോ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈസിലാണ് പേപ്പർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഒരു A4 പേപ്പർ 4 മടക്കുമ്പോഴുള്ള സൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഇതിലും ചെറുതാക്കോ അല്ലെങ്കിൽ ഒരു A4 പേപ്പർ ഫുള്ളായിട്ട് എടുക്കുമോ, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന കളേഴ്സും തീമും ഡിസൈനും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ നോർമൽ സ്കെച്ച് പെൻസും പിന്നെ അതുപോലെ ഡോംസിൻ്റെ പേസ്റ്റൽ കളർ ബ്രഷ് പെൻസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൽ കാണിക്കുന്ന ഡിസൈനും കളറും പാറ്റേണൊക്കെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് തോന്നി ചുമ്മാ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഈ ഡിസൈൻ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിലും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡിസൈനും തീമും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. മാത്രമല്ല ഞാൻ ഇവിടെ പ്രത്യേകമായിട്ടൊരു തീം, വിൻറ്റേജോ ക്യൂട്ട് ഈസ്തെറ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേക തീം എടുക്കുന്നില്ല. എല്ലാ തീമിൽ നിന്നും 2 വെച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് പർപ്പിൾ കളറിലാണെങ്കിൽ 2 പാറ്റേൺ പേപ്പർ, പിങ്ക് കളറുള്ള 2 പാറ്റേൺ പേപ്പർ, അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ആണെങ്കിലും തീമാണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വരയ്ക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഇപ്പം ഇഷ്ടംപോലെ ആപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പേപ്പർ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്സൊക്കെ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാലും ഇൻസ്റ്റഗ്രാം നോക്കിയാലും പിൻട്രസ്റ്റ് നോക്കിയാലും ഇഷ്ടംപോലെ തീംസും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള തീംസും ഡിസൈൻസ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ മെയിൻലി ഗ്രിഡ് ലൈൻസും ഹാർട്ട് ഷേപ്സും പിന്നെ അതുപോലെ പേസ്റ്റൽ കളർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഡോട്ട്സും കാര്യങ്ങളൊക്കെ വരച്ച് അങ്ങനെ നോർമൽ ആൻഡ് ബേസിക് തീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന ബേസിക് തീമാണ് ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഗ്രിഡ് ലൈൻസ് ആണെങ്കിലും പാറ്റേൺസ് ആണെങ്കിലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കായാലും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ കാണിക്കുന്ന ഈ ഓരോ പാറ്റേൺസും ഡിസൈൻസൊക്കെ ഞാൻ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വരയ്ക്കുന്നതൊന്നും അല്ല കേട്ടോ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്ത് ഓരോ പേപ്പറും എടുത്ത് വരയ്ക്കാനിരിക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ വരുന്നതാണ് ഞാൻ വരയ്ക്കുന്നത്. അത് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്തിട്ട് ചുമ്മാ വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ 4 മിനിറ്റ് ഉള്ളെങ്കിലും ഞാൻ ഇത്രയും പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. 1/4 മണിക്കൂർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തള്ളാന്നൊന്നും വിചാരിക്കേണ്ട. സീരിയസ്ലി അത്രയും ടൈം എടുത്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ നോർമലി ചുമ്മാ ഇരുന്ന് ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും ടൈം എടുക്കില്ല ചിലപ്പം. ഇത് അതിൻ്റെ കൂടെ ഓരോ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കും വേണം, അതിൻ്റെ വീഡിയോ എടുക്കണം, പിന്നെ കുത്തിപ്പിടിച്ച് അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോൾ ഏകദേശം ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് ചെയ്ത് ബാക്ക് പെയിൻ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ബാക്കി വാഷ് ടീപ്സും സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുക്കാത്തത്. അതെന്തായാലും ഇൻഷാല്ല ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ഹോൾ ജേർണൽ സപ്ലൈസ് ഹാൻഡ് മെയ്ഡായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇൻഷാല്ല പ്ലാൻ ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ല ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ മെയിൻലി പറഞ്ഞു വന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഈ എഫേർട്സ് നിങ്ങൾ കാണാതെ പോകരുത്. വീഡിയോ കാണുന്നവർ എന്തായാലും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. എല്ലാ വീഡിയോയിലും വന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ നിങ്ങളെ ആ ഒരു രീതിക്ക് സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമാണ് യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് ആ ഒരു വീഡിയോ പുഷ് ചെയ്ത് വിടുകയുള്ളൂ. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് റീച്ച് കിട്ടുകയും പിന്നെ അതുപോലെ നമ്മൾ എടുത്ത എഫേർട്ടിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനിവിടെ ടോട്ടൽ 8 പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിങ്ക് തീമിലുള്ള 2, പേസ്റ്റൽ ഗ്രീൻ തീമിലുള്ള 2, ഓറഞ്ച് ആൻഡ് ഒരു വിൻറ്റേജ് തീമിലുള്ള 2, പർപ്പിൾ തീമിലുള്ള 2, അങ്ങനെ ടോട്ടൽ 8 പാറ്റേൺ പേപ്പേഴ്സാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇതിൽ ഏത് പാറ്റേൺ പേപ്പറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഏത് പാറ്റേൺ ആണ്, ഏത് ഡിസൈൻ ആണ്, ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക. അത്രയും സിമ്പിൾ രീതിക്കാണ് ഞാനിത് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ഇനി കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.